നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തികമായി ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയും കുടുംബവും ആത്മഹത്യ ചെയ്ത് പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടിടത്ത് നിന്ന് തുടങ്ങിയ കേസ്. തുമ്പും വാലുമില്ലാത്ത കേസിൽ കമ്മീഷണർ കൊലയാളി, എന്നാൽ കൊലയാളിയും കൊല്ലപ്പെട്ട കേസ് പോലീസിനെ വലച്ചു. ആകെ കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ അതിലുണ്ടായിരുന്നത് വിദേശത്തുള്ള സഹോദരിയെ വിവരം അറിയിക്കണമെന്നും തങ്ങളുടെ സ്വത്തുക്കളെല്ലാം അവൾക്കുള്ളതാണ് എന്നും. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് പോലീസിന് ബോധ്യപ്പെടുന്നത് ചില നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം അതായത് അസുഖബാധിതയായ മാതാവ് ശാന്തി അഗർവാൾ മരണപ്പെടുന്നു. ഇത് താങ്ങാനാകാതെ സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അതായത് മനീഷ് സഹോദരിയെ കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് വിവരങ്ങൾ. അമ്മയുടെ മരണമാണ് മനീഷ് വിജയിയെ തളർത്തിയത്. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണവും ഇതുതന്നെ ആകാമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അതായത് ആത്മഹത്യ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല എന്ന്. ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളായ UC വിജയ്ക്കും ശകുന്തള അഗർവാളിനും 4 മക്കളാണ് ഉണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ വിജയ് മരണപ്പെട്ടതോടെ അമ്മയായിരുന്നു ഈ 4 മക്കൾക്കും എല്ലാം. ശാലിനിയുടെയും മനീഷിന്റെയും മറ്റ് 2 സഹോദരങ്ങളിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടിരുന്നു. മരിച്ച 2 പേരും അമ്മയുമായി ഏറെ അടുപ്പത്തിലായിരുന്നു. അമ്മയെ ആശ്രയിച്ച് ജീവിതം നയിച്ചിരുന്ന ശാലിനിക്കും മനീഷിനും ശകുന്തളയുടെ മരണം താങ്ങാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളോടെയാണ് ശകുന്തളയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നത് ആ സാധ്യത സാധൂകരിക്കുന്നു. കട്ടിലിൽ വെള്ള പുതപ്പിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കിടത്തിയിരിക്കുകയായിരുന്നു ശകുന്തള അഗർവാളിനെ. ഇവർ സ്ഥിരമായി പൂക്കൾ വാങ്ങിയിരുന്നതിന്റെ ബില്ലുകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബില്ലിലെ തീയതി 14 വീട്ടിൽ സ്ഥിരമായി പൂജകൾ നടത്തിയിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന ശകുന്തള ഇൻസുലിനും മരുന്നുകളും ഉപയോഗിച്ചിരുന്നു. അമ്മയെ ഡോക്ടറെ കാണിക്കാൻ 20-ാം തീയതി അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു മനീഷ് വിജയ്. ഡ്രൈവറോടും രാവിലെ എത്തണമെന്ന് വിജയ് ആവശ്യപ്പെട്ടിരുന്നു. ആത്മഹത്യ ചെയ്യാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്തിനാണ് അമ്മയെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. സഹോദരി ശാലിനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കേസ് ഉണ്ടായിരുന്നതും മനീഷിനെയും അമ്മയെയും അലട്ടിയിരുന്നു. 2006-ൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ 1-ാം റാങ്ക് നേടി ഡെപ്യൂട്ടി കളക്ടർ പദവിയിലെത്തിയിരുന്നു ശാലിനി. എന്നാൽ ഇതിൽ ക്രമക്കേട് കാണിച്ചുവെന്നാണ് കേസ്. ഇതും ആത്മഹത്യയ്ക്ക് കാരണമായോ എന്ന സംശയം പോലീസിനുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 15-ന് ജാർഖണ്ഡ് CBI പ്രത്യേക കോടതിയിൽ ഹാജരാകാനുള്ള സമൻസ് ലഭിച്ചിരുന്നു. എന്നാൽ സഹോദരിക്കെതിരെയുള്ള കേസല്ല ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് കരുതുന്നുണ്ട്. കാരണം സഹോദരിയുടെ ആവശ്യത്തിന് നാട്ടിലേക്ക് പോകുമെന്ന് സഹപ്രവർത്തകരോട് മനീഷ് പറഞ്ഞിരുന്നു. നാട്ടിലേക്ക് പോകാൻ മനീഷ് ഓഫീസിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിയെടുത്തിരുന്നു. അങ്ങനെ 15-ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് 20-ാം തീയതി അമ്മയെ ഡോക്ടറെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? മാത്രമല്ല വീട്ടിൽ നിരന്തരം പൂജകൾ നടത്തിയിരുന്നു എന്നുള്ളതും എല്ലാം അമ്മയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മയുടെ ദീർഘായുസിനു വേണ്ടി പൂജയും വഴിപാടുകളുമായി മക്കൾ 2 പേരും കഴിഞ്ഞിരുന്നത് എന്ന് മനീഷിന്റെ സഹപ്രവർത്തകരും പറയുന്നുണ്ട്. അത്തരത്തിൽ അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് മക്കൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത്. അമ്മയുടെ ശൂന്യത അവരെ തളർത്തിയിട്ടുണ്ടാകാമെന്നും അങ്ങനെയാണ് ഇരുവരും ആത്മഹത്യ ചെയ്യുന്നതിലേക്കോ അല്ലെങ്കിൽ സഹോദരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം മനീഷ് ആത്മഹത്യ ചെയ്തത് എന്നും കരുതുന്നുണ്ട്. മനീഷിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് UC വിജയ് മരിച്ചിരുന്നു. സഹോദരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലേക്ക് പോകുന്നു എന്ന് മനീഷ് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ലീവ് കഴിഞ്ഞിട്ടും മനീഷ് ജോലിക്ക് എത്താതിരുന്നപ്പോഴാണ് സംശയം തോന്നുന്നതും അന്വേഷണം തുടങ്ങുന്നതും. കടുത്ത പ്രമേഹത്തെ തുടർന്ന് ശകുന്തള അവശതയിലായിരുന്നു. തീരെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത ഒരു ഘട്ടത്തിലേക്ക് അവസാന നിമിഷങ്ങളിൽ ശകുന്തള എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഡ്രൈവറും 20-ാം തീയതി ഫോണിൽ വിളിച്ചിരുന്നു. അതായത് ഡ്രൈവറോട് പറഞ്ഞിരുന്നത് അമ്മയെ കൊണ്ടുപോകാൻ 20-ാം തീയതി വരണമെന്നാണല്ലോ. ഡ്രൈവർ വിളിച്ചിട്ടും മനീഷ് ഫോണ് എടുക്കാതിരുന്നതോടെ ഡ്രൈവർക്കും സംശയം തോന്നുകയായിരുന്നു. ഇങ്ങനെ സംശയം തോന്നാൻ ഒരു കാരണമുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ് മനീഷ്. പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് എത്തുക, അതിലൊക്കെ കണിശക്കാരനായിരുന്നു. അത്തരത്തിലുള്ള ഒരാളെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ടും കിട്ടാതിരിക്കുമ്പോൾ ഒരു സംശയം തോന്നിയാണ് എല്ലാവരും ആ വീട്ടിലേക്ക് എത്തുന്നത്.